ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഒരു വീക്കെൻഡിലാണ്. അപ്പോൾ രാവിലെ ഏകദേശം ഇപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് നേരം ഉച്ചക്കലേക്ക് എന്തുണ്ടാക്കുന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഫ്രീസറിൽ ആട്ടുംതല ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം തീരുമാനത്തിലെത്തി അതൊന്ന് വരട്ടിയെടുക്കാമെന്ന്. നമ്മൾ നാടൻ രീതിയിൽ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ, ആ ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഐസൊക്കെ കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അപ്പോൾ ഒന്നും കൂടി ചെറുതായിട്ട് ഐസ് പോകാനായിട്ട് ഇനിയുണ്ട്. അപ്പോൾ അത് ഒക്കെ ഒന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ് ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൊടുക്കുന്നത്. നമ്മൾ മടി വിചാരിച്ചിട്ട് ഇതിൽ സവോള ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഉള്ള ഇത് പോരാത്തത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല പൗഡർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലെൻഡറിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നല്ല ജീരകമാണ്, അത് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുരുമുളകാണ്. കുരുമുളക് ഞാൻ ഏകദേശം 1.5-2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാല പൗഡർ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. കുക്കറിലേക്ക് നമുക്ക് ആദ്യം ചെറിയ ഉള്ളി നന്നായി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 പിടിയോളം ചെറിയുള്ളിയാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ആ മസാല പൗഡറൊക്കെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ജാറില്ലേ, അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഞാൻ ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൗഡർ ഇല്ല, അതാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണോളം ഉലുവ, വേപ്പില, പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ് പച്ചമുളക്, അതും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിലേക്ക് ആവശ്യമുള്ള മസാല. ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആട്ടിൻതല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നിറച്ച് എന്താ പറയുക, എല്ലാം ആയതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇത് കുഴച്ച് മിക്സ് ചെയ്യൽ എളുപ്പമല്ല, കൈയൊക്കെ മുറിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്പാറ്റില വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് കുഴയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കൈ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാനിത് സ്പാറ്റില വെച്ചിട്ട് നന്നായി ആ മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾക്ക് ഗ്രേവി ആയിട്ട് വേണ്ട, കുറച്ചിങ്ങനെ വരട്ടിയ പോലെ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കർ മൂടി നമുക്കൊരു 5-8 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ ആട്ടിൻതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമായിട്ട് ഫ്ലഷ് ഒന്നും ഉണ്ടാവില്ല, അധികം എല്ലാം ഉണ്ടാവുക. പക്ഷേ അതും ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പേഴ്സണലി കഴിക്കാറില്ല, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ് ആട്ടിൻതല. പക്ഷേ ഈ ഒരു മസാല ഉണ്ടല്ലോ, അടിപൊളി മസാലയാണ്. ഞാൻ മട്ടനൊക്കെ ഈ മസാല വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 8 മുതൽ 10 വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ, പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ തുറക്കാം. ഞാൻ ആകെ ഒരു 1/2 കപ്പ് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയിട്ട് നല്ല വരട്ടിയെടുത്ത പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് അങ്ങനെ വരട്ടിയ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട്
ജസ്റ്റ് 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കറിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ചെറിയുള്ളിയും വേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആട്ടിൻതല വരട്ടിയത് റെഡിയാണ്. ഈ ഒരു ഉള്ളിയും കൂടെ താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു നാടൻ സ്മെല്ല് നമുക്ക് കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല. അപ്പം നിങ്ങൾ ആട്ടിൻതല ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.